ഞാനൊരു സാധാരണക്കാരൻ്റെ മകൻ. അതിൽ നിന്നാണ് എല്ലാത്തിനും തുടക്കം. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ വരച്ചു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു ചിരിക്ക് കുറച്ചുകൂടെ ഒരു ഭംഗി കൂടും. എൻ്റെ പേര് ആഷിഖ്. ഞാൻ ചേട്ടത് നിങ്ങളെ വരച്ചേന്നു. കൂട് കൂട് കണ്ട അടിപൊളിയല്ലേ? ഗൗരവെല്ലാം മുഖയായിരുന്നു. അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് ചിരിപ്പിച്ചിട്ടുണ്ട് ചേട്ടനെ. ഇഷ്ടായില്ലേ? ഞാനും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് എന്തായാലും അന്നത്തെ ദിവസം എനിക്ക് പോയി. അപ്പോൾ എനിക്ക് വരയ്ക്കാനോ അങ്ങനെയൊന്നുമില്ല. ആ ഒരു സമയത്താണ് ഇങ്ങനെ പോലീസിനെ തന്നെ സാറിനെ തന്നെ വരച്ചാലോ ആ ഒരു ചിന്ത വരുന്നത്. ഇങ്ങനെ ആൾക്ക് വരച്ചു കൊടുത്ത് ആളുടെ റിയാക്ഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ കൊണ്ടു കൊടുക്കുമ്പോൾ എനിക്ക് ഉള്ളിലൊരു പേടിയായിരുന്നു. എങ്ങനെയാണ് ആൾ റിയാക്ട് ചെയ്യാന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇത് കൊണ്ടു കൊടുത്തതിന് ശേഷം ആളുടെ റിയാക്ഷൻ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഞാൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ പെറ്റി ക്യാഷ് തിരിച്ച് തരാന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ. അപ്പോൾ ആൾ പെട്ടെന്ന് ഇങ്ങനെ പോക്കറ്റിൽ കൈയിടുന്നുണ്ട്. ആൾ സത്യം പറഞ്ഞാൽ ഒക്കെ മറന്ന പോലെയായിരുന്നു. ആൾക്ക് ആ ഒരു ചിത്രം കിട്ടിയതിന് ശേഷം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു. ഒരുപാട് സന്തോഷത്തോടു കൂടിയായിരുന്നു. എനിക്ക് അവിടുന്ന് നല്ലൊരു പോസിറ്റീവ് എനർജി എനിക്ക് അവിടുന്ന് കിട്ടിയിരുന്നു. കാരണം പോലീസുകാരെ കാണുന്നത് പൊതുവെ ആളുകൾ കാണുന്നത് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു 4 മണിക്കൂറുകൊണ്ട് 1 മില്യൺ അടിച്ച്. ഒരുപാട് ആളുകൾ ഇക്കാൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചു വന്നു. 1,10,000 ആ ഒരു അങ്ങനെ എനിക്ക് എക്സാം, എൻ്റെ ഇടയിലൊരു ബ്രേക്കപ്പ്, പിന്നെ നോമ്പിൻ്റെ ഒരു സമയം, പിന്നെ വീട്ടിലത്തെ അവസ്ഥയൊക്കെ മോശം. ഇനി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കെ ഞാൻ എങ്ങനെ ഓക്കെ ആവും, ഞാൻ അതിൽ നിന്ന് തിരിച്ചു വരുമോ, ഞാൻ ആ ഒരു അവസ്ഥയിലായിരുന്നു. ഒറ്റപ്പെട്ടു പോയി. എനിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയണില്ല. ആ ഒരു സമയത്ത് ആകെ ഉണ്ടായിരുന്നത് അതേപോലൊരു A5 ഒരു സ്കെച്ച് ബുക്ക്, ഇതും പിന്നെ ഒരു 4.5 mm മെക്കാനിക്കൽ പെൻസിൽ. ഇത് വെച്ചിട്ടാണ് ഓരോരുത്തരെ വരച്ചു കൊടുക്കുന്നത്. ഒരു 3 മാസത്തിന് ശേഷം ഉമ്മാനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി. കീമോ ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടുത്തെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്നില്ല, ഉമ്മാൻ്റെ അവസ്ഥ, പിന്നെ അവിടെ ഉള്ള ആളുകളുടെ എല്ലാം ഇന്നെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ആളുകളെ വരച്ചു കൊടുക്കും. അപ്പോൾ അവരുടെ ചിരി കാണുമ്പോൾ ഞാനൊന്ന് ഓക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഇവരെ വരച്ചു കൊടുത്തു കഴിഞ്ഞ് ഇവരെന്നായിട്ട് കൂടുതലായിട്ട് കമ്പനിയാവും. ഇവരുടെ അനുഭവം കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നും ഞാനൊന്നുമല്ല, ഇങ്ങനെ കൂടുതലായിട്ട് അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത ആളെ വരച്ചു കൊടുക്കും. അവരുടെ ചിരി കാണും. ഞാൻ ഒരു നിമിഷത്തെങ്കിലും ഞാൻ ഓക്കെ ആയിട്ടുള്ളത് അവിടുന്ന്. എനിക്ക് ഫസ്റ്റ് അംഗീകാരം കിട്ടിയത് അവിടുന്ന്, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് എൻ്റെ തുടക്കം.
ഇതൊക്കെ തന്നെ ആഗ്രഹമുള്ളൂ.